നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഒരാൾ നമ്മൾ അനുഭവത്തെക്കുറിച്ച് അതൊക്കെയുള്ള കൺസേണുള്ള ആളുകളെ മുഴുവൻ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത്, കഴിഞ്ഞ 6 വർഷമായിട്ട് വി എസ് അച്യുതാനന്ദൻ ആബ്സെൻ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇനി എന്താണ് ഈ ഒരു മിസ്സിങ് അസാന്നിധ്യം എന്ന് പറയുന്ന സംഗതിയെ കേരളം അനുഭവിച്ചേ കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. 6 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു നന്ദി വാചകം ചൊല്ലി താങ്ക് യു പറയാൻ, ബൈ പറയാൻ കേരളത്തിലെ ആളുകൾ കാത്തിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇവിടേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. യെസ് നിഷാദ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണറാണ് കഴിഞ്ഞത് എന്ന് തോന്നുന്നു. അധികം വൈകാതെ തന്നെ അവിടെ ദർബാർ ഹാളിൽ പൊതുജനങ്ങൾക്ക് കാണാനുള്ള ഒരു സൗകര്യത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അനുവാദം നൽകുന്ന തരത്തിലേക്ക് പോകില്ലേ? ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രമുഖരായ ആളുകളൊക്കെ അന്തിമോപചാരം അർപ്പിക്കുകയാണോ അവിടെ? ഞാൻ നേരത്തെ പറഞ്ഞു ദിവ്യ, വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ആളുകളെ ആളുടെ അനുമതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തോടൊപ്പം അന്ത്യോപചാരം അർപ്പിക്കാൻ ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ സുരേഷ്. വി എസ് അച്യുതാനന്ദൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിക്ക് ഓർമ്മയുള്ള മുഖങ്ങളിലൊന്നാണ് സുരേഷിൻ്റെ മുഖം. അതേപോലെ സങ്കീർണമായ രാഷ്ട്രീയ ഘട്ടങ്ങളിലൂടെ പലപ്പോഴായി കടന്നുപോയി. പക്ഷേ വി എസിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉറപ്പായി നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ട പ്രതികരണങ്ങളൊന്നും സുരേഷിൻ്റെ ആയിരിക്കും. സുരേഷ് നമസ്കാരം. ഈ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ 6 വർഷമായി മലയാളിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം ആബ്സെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം എങ്ങനെയാണ് മലയാളി രേഖപ്പെടുത്തിയതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും വി എസ് ഇല്ല എന്ന് വിശ്വസിക്കാനാവാത്ത ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം വി എസ് ഒരു പോരാളിയായിരുന്നു തന്നെ. കാരണം വി എസ് ഒരുപാട് അതിജീവിച്ച ഒരു വ്യക്തിയാണ്. ബാല്യകാലത്തായാലും അതുപോലെ തന്നെ വി എസിൻ്റെ സമരകാലത്തായാലും ഒക്കെ വി എസ് ഒരുപാട് വ്യക്തിപരമായി ശാരീരികമായിട്ടും അതിജീവനം നടത്തി തിരിച്ചു വന്ന ആളാണ് വി എസ്. വി എസ് ഒരു ഘട്ടത്തിൽ പോലീസ് വി എസിനെ മർദ്ദിച്ച് കാലിൽ ബാനറ്റ് കയറ്റി ചോര വാർന്നൊലിച്ച് ലോക്കപ്പിൽ വെച്ച് മരിച്ചെന്ന് കരുതി വി എസിനെ ചാക്കിൽ കെട്ടി മറവ് ചെയ്യാൻ ഒരു കള്ളനെയും കൂട്ടി പോലീസ് ഒരു കാട്ടിലേക്ക് പോവുകയാണ്. ആ ചാക്ക് മറവ് ചെയ്യാനാണ് കൊണ്ടുവന്നത്. ചാക്കിൻ്റെ അനക്കം കണ്ടിട്ട്, ആ ചാക്കിലെ അനക്കം കണ്ട് കള്ളൻ ഒരു കോലപ്പൻ. വി എസ് തന്നെ എന്നോട് പറഞ്ഞ റിയൽ സംഭവമാണ്. വി എസ് നടന്ന ജീവിതകഥ യാത്ര ചെയ്യുമ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കൂടുതൽ പറഞ്ഞതാണ്. അപ്പോൾ ആ കള്ളൻ പറഞ്ഞത്, അനക്കമുണ്ട് ശരീരത്തിൽ, ഈ ചാക്കിലെ അനക്കമുണ്ട്, ഇത് കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമാവും എന്ന് പോലീസുകാരെ ബോധ്യപ്പെടുത്തുകയും പോലീസുകാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ തിരിച്ചു വന്ന വി എസ് ആണ്. ചരിത്രപരമായ അത്തരം നിയോഗങ്ങളിൽ തിരിച്ചു വരപ്പെട്ട വി എസ് ആണ്. അതുകൊണ്ടാണ് വി എസ് ഇല്ല എന്ന് വിശ്വസിക്കാൻ എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കഴിയാത്തത്. ഞാൻ ചോദിക്കുന്നത്, വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മഹാരഥന്മാരായ എത്രയോ നേതാക്കളെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, സ്വാഭാവികം. വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഫാക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. ഏത് കസേരയിൽ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു ഭാഗം അദ്ദേഹം സംസാരിക്കുന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ഇത്രയും പോപ്പുലറാക്കിയെന്ന് നമുക്കറിയാം. സോ വി എസ് വിടവാങ്ങി പോകുമ്പോൾ മലയാളിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? മലയാളി ഇങ്ങനൊരു രാഷ്ട്രീയ നേതാവിനെ അപ്പുറം വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും സമരം നടത്തിയ ആളാണ്. അപ്പോൾ സമരമാണ് വി എസിൻ്റെ ജീവിതം. വി എസ് എവിടെ അനീതി കണ്ടാലും, എവിടെ പാവങ്ങൾക്കെതിരെ അനീതി നടക്കുന്നതായാലും, എവിടെ സ്ത്രീകൾക്കെതിരെ പീഡനം നടക്കുന്നതായാലും, അതുപോലെ നിങ്ങൾക്കറിയാം വി എസ് ഈ ഒരു രാഷ്ട്രീയ നേതാവും പരിസ്ഥിതി വിഷയം തൊട്ടിട്ടില്ല. ഹരിത രാഷ്ട്രീയം കൈകാര്യം ചെയ്തത് സഖാവ് വി എസ് മാത്രമാണ്. അതുപോലെ തന്നെ എൻഡോസൾഫാൻ വിഷയം, അതുപോലെ മണ്ണിടിച്ചിൽ. ഇപ്പോൾ കേരളത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ് മണ്ണിടിച്ചിൽ. ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയാണ് കോറി മാഫിയ. ഈ കോറികൾക്കെതിരെ സമരം ചെയ്യുകയും കോറികൾ പോയി സന്ദർശിക്കുകയും ചെയ്ത ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ? അതുപോലെ എൻഡോസൾഫാൻ വിഷയം ഏറ്റവും മൃഗീയമായി നിങ്ങൾക്ക് പറഞ്ഞാൽ അവിടെ പോയാൽ നിഷാദൊക്കെ അവിടെ പോയിട്ടുണ്ടാവും തോന്നുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം ഉറങ്ങാൻ പറ്റില്ല. ആ ദയനീയമായ കാഴ്ച ലോകത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്ന സഖാവ് വി എസ് ആണ്. അതിനുശേഷം വി എസ് മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ ആദ്യം പോയത് അവിടെയാണ്. അവിടെ ആശുപത്രി സ്ഥാപിക്കുകയും അവിടെ ഇരകൾക്ക് പെൻഷൻ ഉൾപ്പെടെ ധനസഹായം ഉൾപ്പെടെ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടാണ് വി എസ് മടങ്ങിയത്. അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിൽ പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ശീലം വി എസിനില്ല. അതാണ് പോരാട്ടത്തിൻ്റെ ഒരു ചങ്കൂറ്റം തന്നെയായിരുന്നു സഖാവ് വി എസ്.
ഉറപ്പായിട്ടും അതാണ് സുരേഷിൻ്റെ മെമ്മറി. അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം ഒരുമിച്ച് സഞ്ചരിച്ച ഒരാൾ കൂടിയാണ്. വി.എസ്. അച്യുതാനന്ദൻ ഏറ്റെടുത്ത വിഷയങ്ങളുടെ ഒരു വൈവിധ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. എൻഡോസൾഫാൻ വിഷയത്തിൽ ഇടപെടുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇടപെടുന്നു, കയ്യേറ്റം പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നു. ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഒരുപക്ഷെ വലിയ തോതിൽ അഡ്രസ്സ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത ഒന്ന്. ഇപ്പോൾ നമുക്ക് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലും സാധാരണ നിലയ്ക്കൊരു ഭരണകൂടം ചെയ്യാൻ സാധ്യതയില്ലാത്ത വലിയൊരു പ്രോജക്റ്റാണ്. അതിലേക്ക് എടുത്തു വെക്കുക എന്ന് മാത്രമല്ല, ഈ നിയമത്തിൻ്റെ തുമ്പിക്കൈകൾ പോയി റിസോർട്ടുകൾ, അനധികൃത റിസോർട്ടുകൾ ഇടിച്ചിടുമ്പോൾ മലയാളി അത്ഭുതത്തോടെ നോക്കുന്നത്. കാരണം ഒരു ഭരണകൂടം വലിയ മാഫിയകളോട് ഈ പണി ചെയ്യുമോ എന്ന് അത്ഭുതത്തോടെയാണ് മലയാളി കണ്ടത്. ഒരു ഘട്ടം കഴിഞ്ഞ് മലയാളി കൈയടിക്കുകയും ചെയ്തു. അങ്ങനെ സന്ധിയില്ലാത്ത ഒരു പോരാട്ടത്തിൻ്റെ വലിയ സന്ദേശം പകർന്നു നൽകിയ ഒരാൾ, ഭരണകൂടത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരാൾ, ജനങ്ങളുടെ പതാകവാഹകനായി തന്നെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരാൾ, അങ്ങനെ അത്തരം ജെന്യുവിനായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നേതാവാക്കപ്പെട്ട ഒരാളെന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് തരത്തിലുള്ള എന്താ പറയുന്നത്, അങ്ങനെ ആസൂത്രിതമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നേതാവായിപ്പോയ ഒരാൾ എന്ന നിലയ്ക്ക് ചുരുക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല വി.എസ്. അച്യുതാനന്ദൻ. മറിച്ച് അദ്ദേഹം സൃഷ്ടിച്ചത് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു അടിവേരുണ്ടാക്കിയെടുത്ത നേതാവ് എന്ന സവിശേഷതയുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും ജനങ്ങളുടെ ശബ്ദം ഉയർത്താൻ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് മെത്തഡോളജികൾ അദ്ദേഹം എടുത്തിട്ടേ ഇല്ല എന്ന് കാണാൻ കഴിയും. എന്നത് മാത്രമല്ല, അദ്ദേഹം ഈ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിച്ച ഒരാൾ, എൻഡോസൾഫാൻ പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച ഒരാൾ, അതോടൊപ്പം തന്നെ വർഗീയത പോലുള്ള ആശയങ്ങളോട് വളരെ കണിശമായ സമീപനം സ്വീകരിക്കുകയും മതസാമുദായിക നേതൃത്വങ്ങളോട് ഏതെങ്കിലും കോംപ്രമൈസ് എടുക്കുകയല്ല, മറിച്ച് വളരെ സുശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുകയാണ് വേണ്ടത്. സമവാക്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുക എന്നത് അസാധ്യമാണെന്ന്, അത് അടിത്തറ ഇളക്കിക്കളയുമെന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ ചരിയായ ഇടതുപക്ഷ രാഷ്ട്രീയം തുറന്നു പറയാൻ രംഗത്ത് വന്നിട്ടുള്ള കാഴ്ച. അപ്പോൾ വി.എസ്. ആ നിലയ്ക്ക് വി.എസ്.ന് സവിശേഷതയുണ്ട്. അദ്ദേഹത്തെ ആ നിലയ്ക്ക് പ്രത്യേകമായി നമ്മൾ ചരിത്രത്തിൽ മാർക്ക് ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വി.എസ്.നെ അദ്ദേഹം ഒരു സവിശേഷ സൃഷ്ടിയായിരുന്നു എന്ന് ഉറപ്പായും പറയാൻ കഴിയും. അതുകൊണ്ടാണ് വി.എസിനോട് മനുഷ്യർക്ക് ഇത്രയും വലിയ ആരാധനയുള്ളത്. അതുകൊണ്ടാണ് വി.എസ്. മത്സരിക്കേണ്ടതില്ല, പി അംഗങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി പോളിറ്റ് ബ്യൂറോ എടുക്കുമ്പോൾ അത് ശരിയായ തീരുമാനമല്ല എന്ന് ഞങ്ങളുടെ ശബ്ദം ഉയർത്തി കേൾപ്പിക്കാൻ വി.എസ്. അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് ഗോതയിലും മുഖ്യമന്ത്രി കസേരയിലും ഉണ്ടാകണമെന്നും ബോധ്യപ്പെട്ട മനുഷ്യരാണ് വി.എസിന് വേണ്ടി ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവ് നിറഞ്ഞത്. ആ മുദ്രാവാക്യത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ആർക്ക്, പാർട്ടിക്ക്. അതുകൊണ്ടാണ് പാർട്ടി ആ തീരുമാനം തിരുത്തുന്നത്. അത് തിരുത്തുന്നു. വി.എസ്. അച്യുതാനന്ദൻ മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുന്നതിന് മുൻപ്, ഗവർണറെ കാണാൻ പോകുന്നതിന് മുമ്പ്, ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് മുന്നോട്ട് പോകാമോ എന്ന ചോദ്യം അദ്ദേഹം ജനങ്ങളോടായി ചോദിക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച്. കാരണം താൻ സൃഷ്ടിക്കപ്പെട്ടതും താൻ നയിക്കപ്പെടുന്നതുമെല്ലാം ജനങ്ങളുടെ ശക്തിയാലാണെന്ന് നന്നായി ബോധ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ ശരിയായ തീരുമാനവും കാഴ്ചപ്പാടുമാണ് നമ്മൾ അദ്ദേഹത്തിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങി പോകുമ്പോൾ ചരിത്രം അദ്ദേഹത്തെ പല നിലയ്ക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ട്രേഡ് യൂണിയൻ നേതാവ്, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർട്ടി നേതാവ് എന്ന നിലയ്ക്കെല്ലാം അദ്ദേഹം എങ്ങനെ മനസ്സിൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്നത് നാം ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് അതെല്ലാം വീണ്ടും വരികയാണ്. വീണ്ടും എനിക്ക് ആവർത്തിച്ചു പറയാനുള്ള കാര്യം, വി.എസ്. അച്യുതാനന്ദനെ നഷ്ടപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ലാതായ 6 വർഷക്കാലം നിശ്ചയമായും നഷ്ടപ്പെട്ടു പോയത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM എന്ന പാർട്ടിക്കും ഒക്കെയും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്താണ്? ഒരു തിരുത്തൽ ശക്തിയാണ്. ഒരു ഗൈഡ് ലൈൻ മുന്നോട്ട് വെക്കുന്ന, ഒരു ഗൈഡൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു നേതാവിനെയാണ്. ഒരു മികച്ച ഒരു ട്രൂ ലീഡറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. ദിവ്യ.